അങ്ങോട്ടൊന്നും നിൽക്കണ്ട. എന്താന്ന് വെച്ചാൽ എന്റെ ശരീരത്ത് കൈവച്ചെന്തിനും നോക്കി. അല്ല അല്ല, ഇത് പിന്നെ സ്ക്വാഡ് വർക്കിനാന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നത്. കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ മാനം സംരക്ഷിക്കാനുള്ളതല്ല, അല്ലാതെ മാനം കെടുത്താനുള്ളതല്ല, വില പറയാനുള്ളതല്ല. ഞാൻ തിരിച്ച് ഇങ്ങാറുടെ മോക്ക് വില ഇട്ട ഇങ്ങനെ എന്തോ എന്റെ കെട്ടിയോനെ എന്റെ ആങ്ങളെ കൂടെ കിടക്കാൻ പറഞ്ഞ വിടുവോ? 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 എന്റെ മോളെ നീ വിടുവോ? എന്റെ കെട്ടിയോന്റെ എന്റെ ആങ്ങളമാരുടെ കൂടെ കിടക്കാൻ നിന്റെ മോളെ വിടാൻ പറഞ്ഞ നീ വിടുവോ? ചൂടാവുന്നതല്ല. അണ്ണന്റെ ഭാര്യയുടെ അണ്ണന്റെ മോടെ എത്താൻ അന്നെ സഹിക്കുവോ? ഇതിന് മറുപടി പറയണേ. ഇതിന് അണ്ണൻ മറുപടി പറ. അണ്ണന്റെ ഭാര്യയുടെ മോടെ ശരീരത്താൻ അണ്ണൻ ഇത്ര വെച്ച് നീട്ടാൻ അണ്ണൻ പറയുവോ? എനിക്ക് ഇതിന് സമാധാനം അറിയണ്ട. എന്റെ ശരീരത്തിൽ എന്തിനാ കൈവച്ചത്? എന്റെ പ്രായച്ചിത്തം വേണ്ട. എനിക്ക് എന്റെ ശരീരത്തെ കൈ വീണിട്ടുണ്ടെങ്കിൽ ഞാൻ കൈ എനിക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ. എനിക്ക് തീരും. എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഞാൻ കൊടുത്തേ പറ്റൂ. കാരണം ഞാൻ സ്ക്വാഡ് വെക്കണമെന്ന് പറഞ്ഞ എന്റെ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചിറക്കിയിട്ട് ശരി എവിടാന്ന് ചോദിച്ചു. ഇന്നടത്താന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോ വട്ടം നോക്കി ഞാൻ വെച്ച് ആരെ തിരക്ക് റോഡിൽ നിൽക്കി വന്നു. അടുത്ത് വന്നപ്പോ എന്റെ വയറ്റിൽ കയറി തൊട്ട് തടവാൻ മാത്രം എന്തൊരു അധികാരമാണല്ലോ. എന്റെ തന്തയാണോ അതോ എന്റെ കൂടെ പറപ്പാണോ? പിന്നെ ചെയ്ത പോക്കത്ത എന്തോടാ നീ? കൈവച്ചോ നീ? ഇനി ചെയ്യുന്നതല്ല. ഇനി പാർട്ടിക്കാർ ആറിന് കൂടെ കണ്ടു കഴിഞ്ഞാൽ നിന്നെ പച്ചയ്ക്ക് നിന്നെ നോക്കിയ മൊത്തത്തിൽ ഞാൻ വലിച്ചു കീറിക്കും നിന്നെ. ഇതേപോലുള്ള ആഭാസമാരുണ്ടല്ലേ പാർട്ടിക്കാൻ പറഞ്ഞ അന്നെ കൊണ്ട് നടക്കരുത്. ഞാൻ പറയട്ടെ മോളെ, ഒന്ന് സമാധാനത്തേക്ക് മണിയൻ പറയാന്ന്. നിന്റെ മോറ പ്രായമുള്ള നിന്റെ മോറ പ്രായമുള്ള എനിക്ക് അലിക്കുന്ന കാര്യം നീ കാണിച്ച് തന്തരായിരിക്കുന്ന എന്താ ചെയ്തെന്നോ? എന്താണ് നീ? നീ എന്താ ചെയ്തെന്നോ? നീ എന്താ ചെയ്തോ? നീ എന്റെ കല്ലെടുക്കാൻ നോക്കണം. നിന്നെ പാർട്ടിക്കാരുടെ കണ്ടോടെ മൊത്തത്തിൽ പച്ചയ്ക്കാൻ വലിച്ചു തീർന്നെ. നീ ഇന്നലെ മോളെ കണ്ടിട്ടോളൂ. നീ അതോ ഇന്നലെ മോളെ കൂട്ടാ അന്നോട് എനിക്ക് ഒരു ദേഷ്യമല്ല ഒന്നുമില്ല. ഞാൻ എന്റെ പ്രശ്നം ഉണ്ടാക്കത്തില്ല. ഇന്നലെ മോളൊന്ന് വിചാരിച്ചവേ ഞാൻ കൊണ്ടുവന്നില്ലേ മോൾ അടിച്ചില്ലേ? ഇന്നലെ മോളൊന്ന് അടിച്ചവേ. എന്റെ പൊന്നുമോളെ ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. എന്റെ പൊന്നുമോളെ ഞാനൊന്ന് പറയുന്നേക്കെ. എനിക്ക് ഒറ്റ സെക്കൻഡ് മതി മൊത്തത്തിൽ എനിക്ക് കളയാൻ. എനിക്ക് പൊന്നുമോളെ ഞാൻ പറയുന്നേക്കെ. ഇന്നലെ മോളെ കൂട്ടി വിറ്റ് അവന്റെ മോടെ അവന്റെ രണ്ട് മക്കളെ ഈ 5 വിരൽ 5 സോക്കല്ലി മോളെ. ഞാൻ പറയുന്നത് അതല്ല. അണ്ണനെ വിശ്വസിച്ച ഞങ്ങൾ കൂടെ വന്നത് ആണോ? അണ്ണനെ വിശ്വസിച്ച് കൂടെ സന്തരായി കാണിച്ച കൊള്ളാമോതെ. ഞാൻ പറയട്ടെ പ്ലീസ്. എന്റെ പൊന്നുമോളിൽ ഞാൻ പറയുന്നേക്കെ. എന്റെ ധർമ്മസങ്കടം അച്ഛാ ഇതല്ല ശരി. ഇതല്ല ശരി. ഇവൻ എന്തർത്ഥത്തില എന്റെ ദേഹത്തിന്റെ കൈ വെച്ചത്? പൊന്നുമോളെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ ഇത് നാളെ മാറ്റി വെച്ചോണ്ടല്ലോ. അതുകൊണ്ടാ എനിക്ക് ഇന്ന് ഞാൻ പറഞ്ഞത്. നാളത്തേക്ക് മാറ്റി വെച്ചോണ്ടല്ലേ അവസാനം പറയും ഞാൻ ഇവനെ വിളിച്ചു വരുത്തിയാന്ന് പറയും കേട്ടോ. ഞാൻ വന്നില്ലേ വിളിച്ചപ്പോഴേ നമ്മൾ ഇനി അവസാനം വെള്ളം കോരിട്ട് പുറവടക്കി. ഇവനെ ഇനി കൊണ്ടുപോകരുത്. ഇവനെ എവിടെ വെച്ച് കണ്ടാലും ഇവനെ ഇനി അടിക്കുന്നേ. ഞാൻ പറയുന്നത് നമ്മൾ അങ്ങ് അയാളെ അല്ലേ നോക്കട്ടെ. അണ്ണനെ ഓർത്തല്ലെങ്കിൽ ഇപ്പൊ ജംഗ്ഷനിൽ വരുവായിരുന്നു. ഞാൻ അണ്ണനെ ഓർത്തല്ല ഇപ്പൊ ജംഗ്ഷനിൽ വരുവായിരുന്നു. ഇവനെ ജംഗ്ഷനിട്ട് ഇപ്പൊ ഇവിടെ കൊടുത്ത അടി പോയി ജംഗ്ഷനിട്ട് കൊടുക്കുവായിരുന്നു ഇവനെ.